നമ്മൾ ഇന്നൊരു കിച്ചൺ വ്ളോഗ് ആയിട്ടാ വന്നിട്ടില്ലേ? കിച്ചൺ വ്ളോഗ് ലാസ്റ്റ് ഞാൻ കൊറേ മാസങ്ങൾക്ക് മുന്നേ 2-3-4 മാസമായിട്ടുണ്ടാവും അല്ലെ, ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആയിരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു ദോശന്റെ വീഡിയോ ചെയ്തിന്. ആ വീഡിയോന്റെ അകത്ത് ആദ്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നു, ഏട്ടനെയും കൂട്ടിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഏട്ടൻ ഇപ്പൊ കൊറേ മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഈ മുതലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാളും കൂടി ഒരു കപ്പിൾ കിച്ചൺ വ്ളോഗ്. അതിന് അത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കറന്റ് 1.1. ഇതിന് ഭയങ്കര വ്യൂസ് ഉണ്ട്. അപ്പത്തേക്ക് എത്ര 700 വ്യൂസ് ഒക്കെ ഇല്ലോ എന്നിട്ടാണ് നടക്കുന്നേ. 1.1K, അതായത് ഒരു 1100 പേര് കണ്ട വീഡിയോ ആണത്. ഇല്ല, നിങ്ങൾ ചാനലിൽ കയറി നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒറ്റക്ക് പ്രയത്നിച്ചൊരു ദോശ വീഡിയോ ആണത്. ദോശ അത് മാത്രമേ പോരായ്മയില്ല. അത് ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ടാണ്. അതൊക്കെ അവരോട് സംസാരിച്ച ആ ഒരു വർത്തമാനം പറഞ്ഞിട്ടു. വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയത്. നിങ്ങൾക്ക് അറിയായിരിക്കും, വീഡിയോസ് ചാനലിൽ കയറി അറിയാൻ പറ്റും. രണ്ടാളും കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചും കൂടി ഏട്ടനാണ്. പക്ഷെ ഇന്ന് ഞാനല്ല ഉണ്ടാക്കുന്ന, ഇന്നോളാ ഉണ്ടാക്കുന്നു. നീ ഉണ്ടാക്കിയ മതി. അതൊരു ആയിപ്പോയി. അപ്പൊ ഞാൻ ഉണ്ടാക്കിക്കോളും. ബില്ലാകുന്നു. അപ്പൊ ഞാൻ ഉണ്ടാക്കിക്കോളും. എന്നാണ് സാധനം ചിക്കൻ വരട്ടിയത്. അപ്പൊ നമുക്ക് ഇനിയിപ്പം ആക്കേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. ആക്കാൻ പോകുന്ന തമ്പുരാനറിയാം. കാരണം എന്താ കണക്ക് പറഞ്ഞ ഞാൻ ആക്കി തരാൻ നിൽക്കുക. അതുകൊണ്ടാ ഞാൻ ഇതാക്കുന്നത് എന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടാ ഞാൻ ആക്കുന്നത് വെച്ചാല്, നമ്മളാക്കുമ്പം എല്ലാം നല്ല നീറ്റായിട്ടുണ്ടാവും. ഏട്ടനെ അടുക്കള ഏൽപ്പിച്ചാല് എന്റെ കരിപ്പും കാണുന്ന ആന കയറി അവസ്ഥയാൽ കൂടി ഉണ്ടാവുക. ഞാൻ ഇതിനെക്കാളും വൃത്തിക്ക് അടുക്കള മാനേജ് ചെയ്യും. ഇല്ലേ, ആദ്യം ഏട്ടൻ അടുക്കളയിൽ കയറുമ്പോ, ഏട്ടൻ കുക്ക് ചെയ്യുമ്പം ആദ്യം ഞാൻ വന്ന് അടുക്കള മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ എല്ലാം ആയിക്കഴിച്ചാൽ ഞാൻ ഒരു വരാറുണ്ട്. അന്നേരം ഉണ്ടാകും മറ്റേ മല്ലിച്ചപ്പ് ഗ്ലാസ്, പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് ഉണ്ടാവും. സത്യമാണല്ലോ. അത് നീ ഇല്ല, ഞാൻ ഇല്ലാത്ത ഞാൻ എപ്പോഴും എപ്പോ അങ്ങനെ ഉണ്ടാവുക. പക്ഷെ എനിക്കല്ല. ആദ്യം കൊണ്ട് ആദ്യം ഗ്യാസ് ആദ്യം തലത്തി പറയണം. ഗ്യാസ് എത്തിക്കാണ്ടാക്കാൻ പറ്റൂലല്ല. പാത്രം വെക്കണ്ടേ? പാത്രം വെക്കണം. അപ്പൊ ഇത് ലൈറ്റർ എടുക്കണ്ടേ? വെക്കണം. ആലും വൃത്തിക്ക് എടുത്ത് നോക്കി. ലൈറ്റർ അപ്പുറത്ത് എന്റെ ലൈറ്റർ വെക്കുന്ന സ്ഥലത്താണ് ഞാൻ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചില്ല, നല്ലോണം ചൂടായി പോയാൽ കുറച്ച് നല്ലോണം ചൂടായി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ബാക്കിയില്ലാതെ കുറച്ചേരത്തേക്ക് റെസ്റ്റ് എടുക്കും. ഉള്ളി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിന്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുറത്തേക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതാ കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി ഇതാ ഇത്രേ ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി അധികം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കയ്പ് വരും. ഇഞ്ചിയുടെ ചുവ അത് ഇഞ്ചി നല്ലോണം ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ തന്നെ ചുവ വല്ലാണ്ടാണ് എടുത്തെടുക്കും. നമ്മള് തക്കാളി പിന്നെ അടുത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേ. ചിക്കൻ വളരെ ചെറുങ്ങനെ, അധികം അല്ല, എന്നാലും ചെറുതായിട്ട് കട്ട് ചെയ്ത സാധനം കേട്ടോ. ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ നന്നായിട്ട് പെരക്കിട്ട് വെച്ച കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ചേരം നടത്തി വെക്കണം.
അപ്പൊ എന്താ നമ്മള് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇതില് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് വേണം നമ്മൾ ഇതില് ഓരോ മസാലകളും ഓരോ പൊടികളും ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇത് നമുക്ക് അടുത്ത പൊടികളെല്ലാം ഇടാം. പറഞ്ഞിപ്പൊടി. അപ്പൊ നമുക്ക് പറഞ്ഞിപ്പൊടി ഇടേ. എരിവണോ? ഇപ്പോൾ എത്ര ഉണ്ട്? ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി, കൊത്തമ്പാരി പൊടി, കൊത്തമ്പാരി 2 സ്പൂൺ മതിയേ. നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ ഗരം മസാല ഞാൻ സ്പൂണിൽ എടുക്കുന്നത് എന്തിനാ? കുറച്ച് ചിക്കൻ മസാല, കുരുമുളക്, കുരുമുളക് ഇപ്പൊ ചെറുങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ, കുറച്ച് മാത്രം. മണലും ഉണ്ടാവില്ല. അത് കുറച്ച് ചിക്കൻ മസാല എടുത്തന്നെ. ചിക്കൻ മസാല കുറച്ച് അത് നിങ്ങളെ ടേസ്റ്റ് നോക്കി കൊടുക്കാൻ കഴിയും. കറി കൊള്ളാവോ? ഇതും കണ്ടിട്ട് കറി കൊള്ളാവുന്നില്ല, കഴിയാനായി. ക്ലൈമാക്സ് ആണ്. സിനിമ ഇത് ഞാൻ കുടിച്ചേ തള്ളാണ്ടത് പോയി തിളക്ക് കരിയണത് പോകങ്ങള്. എന്തായി? നല്ല ടൈമിങ് എനക്ക്. കരിയല് നല്ല കളറിൽ മതിയല്ലേ? നമുക്ക് നേരത്തെ ബാക്കി തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചേ ബാക്കി വെച്ചിട്ടില്ല, തക്കാളിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ നമ്മളത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. നമ്മള് നല്ലോണം ഇളക്കണം കേട്ടാ. നല്ലോണം ഇളക്കിയിട്ടാണ് ഇതുപോലെ നമുക്ക് കിട്ടിയത്. നല്ല രസമില്ല കാണാൻ വേണ്ടിട്ട്, നല്ല വരണ്ടങ്ങ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ബാക്കി വെച്ച കുറച്ച് കറിവേപ്പിലയാണ് അതും. ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ലോണം കറിവേപ്പില ഇടണം കേട്ടാ. നല്ലോണം ഇടക്കിടക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്താല് അതിന്റെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എന്താ മല്ലിച്ചപ്പും കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടാ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രേ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടേ. ആരും വിചാരിക്കരുത് ഇത് ഞാൻ ചെയ്തത്. ഇത് ഏട്ടന്റെ കലാവിരുദ്ധാണ്. ഇന്റീരിയർ ഡിസൈനറുടെ ഡിസൈനിങ് സ്റ്റൈലാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ എന്താ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആക്കി ഞാനൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല, ഏട്ടന് കൊടുത്ത് നോക്കാം. എനിക്കിഷ്ടം. നല്ല മസാലയും കൂടി കൂട്ടിട്ട് നല്ല വരണ്ട മസാലയുണ്ട്. ശരിക്കും ഇഷ്ടായ? ശരിക്കും ഇതൊന്നും പഞ്ചാബി ഹൗസിലെ ദിലീപ് പറയുന്ന പോലെ ഒന്നും പറയാനുള്ള സത്യം. സാധാരണ ഫുഡാക്കി കൊടുക്കുമ്പോ കുഴപ്പമില്ല, എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമുള്ളൂ. പക്ഷെ ഇന്ന് ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി സാധനം. നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല ചിക്കൻ വരട്ടിയതാ സെറ്റ്. ഇതെല്ലാം ഞാൻ ചെയ്തത് വെള്ളിച്ചപ്പ്. പക്ഷെ സംഭവം അടിപൊളി. ഒരു പീസ് കഷ്ണുള്ളി, പച്ചമുളക് പീസ് ഉള്ളി ഞാൻ തന്നെ ആക്കി ആണെങ്കിലോ
അടിപൊളി പക്ക. ചോറിനോട് മാത്രല്ല, ചോറിനോട് മാത്രം പറ്റുന്ന ചോറിനെക്കാളും ഇറക്കുന്ന കുറച്ചും കൂടി ബെറ്റർ നമ്മളെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ നൂൽപുട്ടൊക്കെ ഇല്ലേ. നമ്മുടെ മോനെ ഇത് കാണുന്ന നല്ലവരായ കളുടിയന്മാർ സൂപ്പർ ടച്ചപ്പെട്ട. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി സാധനമാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ അടുത്ത വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ. ബൈ.